ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ജൂൺ 19 തീയതി വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. കഴിഞ്ഞ 2-3 വർഷത്തെ വായനാ ദിന ക്വിസ് മത്സരങ്ങളിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളിൽ നിന്നാണ് ഈ ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വീഡിയോയിലെ ഓരോ ചോദ്യങ്ങളും. എല്ലാ വർഷവും സ്കൂളുകളിൽ വായനാദിന ക്വിസ് മത്സരങ്ങൾ നടക്കുമ്പോൾ വായനാദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ കൂടെ കുറച്ച് GK ക്വസ്റ്റ്യൻസ് കൂടി ചോദിക്കുന്നതായി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോയിൽ കുറച്ച് GK ക്വസ്റ്റ്യൻസ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കണ്ട് ഈ വീഡിയോയിൽ പറയുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ പഠിക്കുക. വായനാദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന 6ാമത്തെ വീഡിയോ ആണിത്. ഇതിന് മുമ്പത്തെ വീഡിയോസിലും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു തീർത്ത ഉടൻ തന്നെ മറ്റ് വീഡിയോസ് കൂടി കണ്ട് ആ വീഡിയോയിലെ ചോദ്യങ്ങൾ കൂടി പഠിക്കുക. ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും വായനാദിന ക്വിസ് മത്സരത്തിൽ നല്ലൊരു സ്കോർ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരവും അതുപോലെ വിജയികളെയും സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ബോണസ് ക്വസ്റ്റ്യൻ എന്നാൽ നമ്മൾ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായിട്ട് നൽകുന്ന ഒരു ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം ആരൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നുവോ അതിൽ കുറച്ച് പേരെ സെലക്ട് ചെയ്ത് നമ്മൾ നെക്സ്റ്റ് വീഡിയോസിൽ വിന്നേഴ്സായി പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: പ്രഥമ വയലാർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഇതിൻ്റെ ശരിയായ ഉത്തരം ലളിതാംബിക അന്തർജനമാണ്. ഇനി ആരൊക്കെയാണ് ഈ ഒരു ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ് എന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ് ശ്രീലക്ഷ്മി P, പാർത്ഥിവ് ലളിതാംബിക അന്തർജനത്തിന് വയലാർ അവാർഡ് ലഭിച്ച കൃതിയുടെ പേരടക്കം നൽകിയിട്ടുണ്ട്. അഗ്നിസാക്ഷിയാണ് ആ കൃതി. അതൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, അതെല്ലാവരും ഓർത്തു വയ്ക്കുക. അടുത്ത വിന്നർ അലൻ, ദിയ ഫാത്തിമ, ആദിത്യ, ഋഷി സുരേഷ്, മോഹിത് ഷാജി K, അവന്തിക രാജു, ആയിഷ ഹനിയ, ആരുഷ്, ഭൂമിക, അഭിമന്യു ലതീഷ്, സിയ ഫാത്തിമ, പാർവതി S സന്തോഷ്, ഗൗരി ഷജി, അദീബ എന്നിവരാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ്. ഇതേപോലെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ വയലാറിൻ്റെ കവിതാ സമാഹാരത്തിൻ്റെ പേരെന്താണ്? എല്ലാ ചോദ്യവും വായിച്ച ശേഷവും നിങ്ങൾക്കൊരു 10 സെക്കൻഡ് ടൈമർ തരുന്നതാണ്. അതിനുള്ളിൽ നിങ്ങൾക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാമെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ വയലാറിൻ്റെ കവിതാ സമാഹാരത്തിൻ്റെ പേരാണ് സർഗസംഗീതം. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: സഹോദരൻ എന്ന പത്രത്തിൻ്റെ പത്രാധിപർ ആരായിരുന്നു? സഹോദരൻ അയ്യപ്പനാണ് സഹോദരൻ എന്ന പത്രത്തിൻ്റെ പത്രാധിപൻ. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് സഹോദരൻ അയ്യപ്പൻ. വീഡിയോയിലെ മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ഈഴവ മെമ്മോറിയലിൽ എത്ര പേരാണ് ഒപ്പിട്ടത്? അതായത് ഈഴവ മെമ്മോറിയലിൽ എത്ര പേർ ഒപ്പിട്ടിരുന്നു? പതിമൂന്നായിരം പേരാണ് ഈഴവ മെമ്മോറിയലിൽ ഒപ്പിട്ടിരുന്നത്. അതായത് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് 13,000. നാലാമത്തെ ചോദ്യം ഇതാണ്: കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പ്രസിദ്ധീകരിക്കുന്ന മാസികയുടെ പേരെന്താണ്? നിങ്ങൾ പല ഗ്രന്ഥശാലകളിലും ഈ ഒരു മാസിക കണ്ടിട്ടുണ്ടാവും. കേരള സ്റ്റേറ്റ് ലൈബ്രറി അസോസിയേഷൻ പ്രസിദ്ധീകരിക്കുന്ന മാസികയുടെ പേരാണ് ഗ്രന്ഥലോകം. നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഗ്രന്ഥലോകം. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: R.K. നാരായണൻ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമം ഏതാണ്?
R.K. നാരായണൻ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിൻ്റെ പേരാണ് മാൽഗുഡി. അദ്ദേഹത്തിൻ്റെ സ്വാമി ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന കൃതിയിലാണ് ഇത്തരം ഒരു ഗ്രാമം അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുന്നത്. മറക്കരുത്, മാൽഗുഡി എന്നാണ് ആ ഗ്രാമത്തിൻ്റെ പേര്. കൃതി ഏതാണ്? സ്വാമി ആൻഡ് ഫ്രണ്ട്സ്. അടുത്തത് ഒരു GK ചോദ്യമാണ്. കേരളത്തിലെ സമുദ്ര പരിസ്ഥിതി പഠനം, സംരക്ഷണം എന്നിവയിൽ ഊന്നി പ്രവർത്തിക്കുന്ന ഫ്രണ്ട്സ് ഓഫ് മെറൈൻ ലൈഫ് എന്ന സന്നദ്ധ സംഘടനയുടെ സ്ഥാപകൻ ആരാണ്? ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫ് എന്ന സംഘടനയുടെ സ്ഥാപകനാണ് റോബർട്ട് പനിപ്പിള്ള. 6ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം റോബർട്ട് പനിപ്പിള്ള. 7ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ശ്യാമമാധവം എന്ന കാവ്യത്തിൻ്റെ കർത്താവ് ആരാണ്? ശ്യാമമാധവം എന്ന കാവ്യത്തിൻ്റെ കർത്താവ് ആരാണ്? പ്രഭാവർമ്മയാണ് ശ്യാമമാധവം എന്ന കാവ്യത്തിൻ്റെ കർത്താവ്. 7ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പ്രഭാവർമ്മ. വീഡിയോയിലെ 8ാമത്തെ ചോദ്യം. ബാലരാമായണം എന്ന കാവ്യം ആര് എഴുതിയതാണ്? ബാലരാമായണം എന്ന കാവ്യം എഴുതിയത് ആരാണ്? ബാലരാമായണം എന്ന കാവ്യം കുമാരനാശാൻ്റേതാണ്. മറക്കരുത്, കുമാരനാശാൻ്റേതാണ് ബാലരാമായണം എന്ന കാവ്യം. 9ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. SNDP യോഗത്തിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരായിരുന്നു? കുമാരനാശാനാണ് SNDP യോഗത്തിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി. 9ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കുമാരനാശാൻ. വീഡിയോയിലെ 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 10ാമത്തെ ചോദ്യം ഇതാണ്. ചിന്താവിഷ്ടയായ സീത എഴുതിയ വർഷം ഏതാണ്? ചിന്താവിഷ്ടയായ സീത എന്ന് പറയുന്ന കൃതി രചിച്ച വർഷം 1919. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. ചിന്താവിഷ്ടയായ സീത എന്നത് കുമാരനാശാൻ്റെ കൃതിയാണ്. അത് രചിച്ച വർഷം 1919. ഓർത്തു വയ്ക്കുക. 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മതിലുകൾ എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് ആരാണ്? ഈ പ്രശസ്തമായ സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. മതിലുകൾ എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് ആരാണ്? മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ഒരു സിനിമയാണ് മതിലുകൾ. അത് സംവിധാനം ചെയ്തിരിക്കുന്നത് അടൂർ ഗോപാലകൃഷ്ണനാണ്. 11ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. 12ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ജർമ്മനിയിലെ ഏത് നഗരത്തിലാണ് കാൾ മാക്സും ജെന്നിയും ജനിച്ചു വളർന്നത്? കാൾ മാക്സ് എന്ന് പറയുന്നത് വളരെ പ്രശസ്തനായ ഒരു ഫിലോസഫറാണ്. അദ്ദേഹം ജനിച്ചു വളർന്നത് ജർമ്മനിയിലാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ജെന്നി. അപ്പോൾ ഇവർ രണ്ടുപേരും ജർമ്മനിയിലെ ട്രിയർ എന്ന് പറയുന്ന നഗരത്തിലാണ് ജനിച്ചു വളർന്നത്. ഉത്തരം ട്രിയർ. 13ാമത്തെ ചോദ്യം GK ചോദ്യമാണ്. ഇന്ത്യയുടെ ചൊവ്വ ദൗത്യം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? എളുപ്പമുള്ള ചോദ്യമാണിത്. ഇന്ത്യയുടെ ചൊവ്വ ദൗത്യം, അതായത് ഇന്ത്യയുടെ മാർസുമായി ബന്ധപ്പെട്ട മിഷൻ അറിയപ്പെടുന്നത് മംഗൾയാൻ എന്ന പേരിലാണ്. 14ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നൽകാൻ തിരഞ്ഞെടുത്ത T. പത്മനാഭൻ്റെ കൃതി ഏതാണ്? കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനായ T. പത്മനാഭൻ്റെ സാക്ഷി എന്ന് പറയുന്ന കൃതിക്കാണ് ആ അവാർഡ് ലഭിച്ചത്. 15ാമത്തെ ചോദ്യം. 1ഉം അതിനുശേഷം 100 പൂജ്യവും ചേർന്നിട്ടുള്ള സംഖ്യക്ക് പറയുന്ന പേരെന്താണ്? ഇതും GKയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. എളുപ്പമുള്ള ചോദ്യം തന്നെയായിരുന്നു ഇത്. 1ഉം അതിനുശേഷം 100 പൂജ്യവും ചേർന്ന സംഖ്യയെ പറയുന്ന പേരാണ് ഗൂഗോൾ. ഓർത്തു വയ്ക്കുക, ഗൂഗോൾ എന്നാണ് ആ സംഖ്യയെ പറയുന്നത്.
16ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേശവൻ്റെ വിലാപങ്ങൾ ആരുടെ രചനയാണ്? കേശവൻ്റെ വിലാപങ്ങൾ എന്ന കൃതി ആരുടേതാണ്? കേശവൻ്റെ വിലാപങ്ങൾ എം മുകുന്ദൻ്റെ കൃതിയാണ്. ഉത്തരം എം മുകുന്ദൻ. 17ാമത്തെ ചോദ്യം. ഒ.വി. വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ ഖസാക്ക് ഉടലെടുത്തത് ഏത് സ്ഥലപ്പേരിൽ നിന്നാണ്? ഒ.വി. വിജയൻ്റെ വളരെ പ്രശസ്തമായ കൃതിയാണ് ഖസാക്കിൻ്റെ ഇതിഹാസം. അതിലെ ഖസാക്ക് ഉടലെടുത്തത് ഏത് സ്ഥലപ്പേരിൽ നിന്നാണ്? തസറാക്ക് എന്ന് പറയുന്ന സ്ഥലപ്പേരിൽ നിന്നാണ് ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ ഖസാക്ക് ഉടലെടുത്തത്. 17ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം തസറാക്ക്. 18ാമത്തെ ചോദ്യം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ആരും തന്നെ സ്വീകാര്യനല്ലെന്ന് തോന്നിയാൽ അവരെ നിരാകരിച്ച് വോട്ട് ചെയ്യുന്നതിനുള്ള സംവിധാനമാണ് നോട്ട. എന്താണ് നോട്ടയുടെ പൂർണ്ണരൂപം? വളരെ എളുപ്പമാണിത്. നോട്ട എന്നതിൻ്റെ പൂർണ്ണരൂപം നൺ ഓഫ് ദ എബവ് എന്നാണ്. ഉത്തരം നൺ ഓഫ് ദ എബവ്. വീഡിയോയിലെ 19ാമത്തെ ചോദ്യം. ലോകസഭയിലും രാജ്യസഭയിലുമായി കേരളത്തിൻ്റെ മൊത്തം എത്ര അംഗങ്ങളാണുള്ളത്? ലോകസഭയും രാജ്യസഭയും കൂടി ടോട്ടൽ കേരളത്തിൽ നിന്ന് 29 അംഗങ്ങളാണുള്ളത്. ഉത്തരം 29. ഈ വീഡിയോയിലെ 20ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഈ ചോദ്യം കഴിഞ്ഞാലുടൻ ബോണസ് ചോദ്യമാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് ഏത് സംസ്ഥാനത്ത് വെച്ചാണ്? ജാലിയൻ വാലാബാഗ് എന്ന സ്ഥലം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെപ്പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് നടന്ന ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്ന സ്ഥലം പഞ്ചാബിലാണ് സ്ഥിതി ചെയ്യുന്നത്. 20ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പഞ്ചാബ്. ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത്. ചോദ്യം ഇതാണ്. തൻ്റെ ഡയറി കുറിപ്പുകളിലൂടെ ലോകപ്രശസ്തനായ ആൻ ഫ്രാങ്ക് ഏത് രാജ്യക്കാരിയായിരുന്നു? ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് രേഖപ്പെടുത്താൻ മറക്കരുത്. പേര് രേഖപ്പെടുത്തിയില്ലെങ്കിൽ നിങ്ങൾ ആരാണെന്ന് നമ്മൾക്ക് മനസ്സിലാവുകയില്ല. കുറേ പേർ ഉത്തരം മാത്രമായി കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കാര്യമില്ല. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് നിർബന്ധമായും നൽകേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നമ്മുടെ മറ്റു വായനാ ദിനവുമായി ബന്ധപ്പെട്ട വീഡിയോസും നിങ്ങൾ നിർബന്ധമായും കാണുക. എല്ലാത്തിലും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും നല്ലൊരു മാർക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു ചോദ്യം പോലും വിടാതെ പഠിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോയിൽ പറഞ്ഞ 20 ചോദ്യങ്ങളും അതുകൂടാതെ ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരവും ഇന്ന് തന്നെ നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസിനായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.